ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 3-ാം ദിവസത്തിലെ ലൈവ് അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. രാവിലെ സമയത്ത് നിസ്സാരമായ ഒരു ചെറിയ പ്രശ്നം എങ്ങനെ വലുതാക്കി മാറ്റാം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ലൈവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മുടെ ജിൻഡോ ഉണ്ടല്ലോ, ഇന്നലെ രാത്രിയിൽ ചായക്ക് രുചിയുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാക്കിയ ആള് ജിൻഡോയെ നമ്മുടെ രതീഷ് ബാത്റൂം ഏരിയയിലേക്ക് വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ഒന്ന് ഉപദേശിച്ചു. നീ സംസാരിക്കുന്ന സമയത്ത് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. അവരുടെ ബോഡിയിൽ അങ്ങേയറ്റം ടച്ച് ചെയ്യുന്ന രീതിയിൽ അത്രയും ചേർന്ന് നിന്നുകൊണ്ടാണ് നീ അവരോട് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് പ്രേക്ഷക സമൂഹത്തിന്റെ മുമ്പിൽ നിനക്കൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് സ്ത്രീകളുമായി സംസാരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ നീ സംസാരിക്കാവൂ എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ തലകുലുക്കി അത് കേൾക്കുന്നു. ശിരസാവഹിക്കുന്ന രീതിയിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിർഭാഗ്യവശാൽ നമ്മുടെ ജാൻമണി അവിടേക്ക് കയറി വരികയാണ്. ജാൻമണി പറഞ്ഞു, ഈ പറയുന്ന പാർട്ടി അങ്ങ് ബെസ്റ്റാണ്. ഇയാൾ എങ്ങനെയാണ് സ്ത്രീകളോട് ഇടപെടുന്നത്, സ്ത്രീകളെ എല്ലാം ഇയാൾ ഇതിനേക്കാൾ അപ്പുറമായിട്ട് നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുകയല്ലേ എന്ന് ഒരു ചെറിയ കൊട്ടേഷൻ അടിച്ചു നടന്നങ്ങടങ്ങ് പോയി. അതേൽ പിടിച്ചുകൊണ്ട് ജിൻഡോ പെട്ടെന്ന് രൗദ്രഭാവം പൂണ്ട് പ്രശ്നമുണ്ടാക്കുന്നതാണ് പിന്നെ കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഉടൻ തന്നെ രതീഷ് ജാൻമണി പറഞ്ഞ വാക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ സ്ത്രീകളോട് മാത്രമല്ല സംസാരിച്ചിട്ടുള്ളത്, ഇവിടെയുള്ള എല്ലാ സ്ത്രീകളോടും എല്ലാ പുരുഷന്മാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്, പുറകിന് നടന്ന് ചൊറിയാറുണ്ട്. പക്ഷേ അത് സ്ത്രീകൾക്കെതിരെ മാത്രമല്ല പുരുഷന്മാർക്കെതിരെയുമുണ്ട്. ജിൻഡോയ്ക്കെതിരെ ഞാൻ സംസാരിച്ചു, പ്രശ്നമുണ്ടാക്കി. ജിൻഡോ സ്ത്രീയാണോ? സിജോയ്ക്കെതിരെ ഞാൻ സംസാരിച്ചു, സിജോ സ്ത്രീയാണോ? അതുപോലെ ഗബ്രിയോട് ഞാൻ സംസാരിച്ചു, ഗബ്രി സ്ത്രീയാണോ? ഇങ്ങനെ പല ആൾക്കാരുടെയും കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചത് ഇങ്ങനെയാണ്: ഞാൻ ആരോടെങ്കിലും ചൊറിയുകയും സംസാരിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇനാക്റ്റീവായിട്ട് ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്നു എന്ന് തോന്നിയിട്ടുള്ള ആൾക്കാരോട് മാത്രമാണ്. അത് സ്ത്രീയെന്നോ പുരുഷനോ എന്നൊന്നും വ്യത്യാസമില്ല. അങ്ങനെ ബാക്കിലേക്ക് മാറി നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് ആക്റ്റീവ് ആക്കുവാൻ വേണ്ടി ഞാൻ അവരെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അവരെ ചൊറിഞ്ഞിട്ടുണ്ട്, ബഹളമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നീ അങ്ങനെയല്ല. ഇത് പറയുമ്പോൾ ജിൻഡോയ്ക്ക് മനസ്സിലാകുന്നില്ല. ജിൻഡോ പറയുന്നത് നിങ്ങൾ മാക്സിമം ഇവിടെ പ്രശ്നം വന്ന സമയം മുതൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് തൊട്ടടുത്ത് റസ്മിൻ നിൽപ്പുണ്ട്. റസ്മിനോട് രതീഷ് ചോദിക്കുന്നുണ്ട്, മോളെ നീ പറ, ഞാൻ ഇവിടെ വന്ന സമയം മുതൽ പെണ്ണുങ്ങളുടെ പുറകിന് മാത്രമാണോ നടന്നത്? ആണുങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? ആണുങ്ങളുമായിട്ട് ഞാൻ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇല്ല ചേട്ടൻ എല്ലാ ആൾക്കാരെയും ചൊറിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്തത് ശരിയല്ലേ? ബാക്കിൽ നിൽക്കുന്നു എന്ന് തോന്നിയ ആൾക്കാരെ, പിൻപിലേക്ക് മാറി നിൽക്കുന്നവരെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമമല്ലേ ഞാൻ നടത്തിയത്? അതെ ചേട്ടാ, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചേട്ടൻ മാക്സിമം ആൾക്കാരെ ആക്റ്റീവ് ആക്കുവാൻ വേണ്ടിയാണ് ശ്രമിച്ചത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്തപ്പോൾ അല്പം ജിൻഡോ ഒന്ന് ഒതുങ്ങി. പക്ഷെ അവിടെ കൊണ്ട് പ്രശ്നം അവസാനിച്ചില്ല. ബാത്റൂം ഏരിയയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ സ്ത്രീ സമൂഹം ഒന്നടങ്കം രതീഷിനെ കടന്നാക്രമിക്കുവാൻ തുടങ്ങി. രതീഷ് വിട്ടുകൊടുക്കാതെ കട്ടയ്ക്ക് നിന്ന് എല്ലാവരോടും അടിച്ചു നിൽക്കുകയാണ്. അവിടെ നോറയാണ് ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കിയത്. നോറയെ കണ്ടമാനം ഇറിറ്റേറ്റ് ചെയ്തു. അതുമാത്രമല്ല, ഇനാക്റ്റീവ് ആയിരുന്ന നോറയെ ആക്റ്റീവ് ആക്കിയത് താനായിരുന്നു എന്ന് രതീഷ് അവകാശപ്പെട്ടു എന്ന ആ ഒരു പ്രശ്നവുമായിട്ടാണ് നോറ വരുന്നത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല ആൾക്കാരും സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് നോറ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പീരീഡ്സ് ആയിരുന്നത് കൊണ്ട് ഞാൻ ആ ഒരു പ്രയാസത്തിൽ അതിന്റെ വേദനയും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഇതുവല്ലോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? ഇതൊന്നും അറിയാതെ നിങ്ങൾ മുഴുവൻ ആൾക്കാരോട് നടന്ന് പറയുകയാണ്, ഞാൻ ഇങ്ങനെ പുറകിൽ മാറി നിൽക്കുകയായിരുന്നു, പേടിച്ചിരിക്കുകയായിരുന്നു, എന്നെ ആക്റ്റീവ് ആക്കി നിങ്ങളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിട്ടുതരാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വളരെ ശക്തമായ ഒരു ആക്രമണം അഴിച്ചു വിടുകയാണ് നോറ. ഈ ബഹളം കേട്ടുകൊണ്ട് ജിൻഡോ അതിനകത്തേക്ക് കയറി വരുന്നു. കിട്ടിയ അവസരം പാഴാക്കാതിരിക്കുവാൻ വേണ്ടി ജിൻഡോയും അതിശക്തമായ ആക്രമണം രതീഷിനെതിരെ നടത്തുന്നുണ്ട്. അവിടെ എന്തായാലും കളി വേറെ ലെവലായി മാറുകയാണ്. ഒരെണ്ണം വരവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സാധ്യത നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, ഇന്നലെ വൈകുന്ന സമയം വരെ ഒരു പൂച്ചയെ പോലെ പതുങ്ങിയിരുന്ന ജിൻഡോയുടെ രൗദ്രഭാവമാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ജിൻഡോ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. അത് സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ലൈവ് അപ്ഡേറ്റുകളുമായി ഒലു ക്രിയേഷൻസ് വീണ്ടും വരും.